ഇന്ന് ഏപ്രിൽ 27-ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്ട്രോങ് കംബാക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞു. നിഫ്റ്റി 50 വീണ്ടും 24,100 ലെവൽ റീക്ലെയിം ചെയ്തത് നമുക്ക് കാണാൻ കഴിഞ്ഞു. സെൻസെക്സ് 700 പോയിന്റ് റാലി ചെയ്ത് 77,303 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 24,092, ബാങ്ക് നിഫ്റ്റി 56,264. ഈ റാലിയുടെ മെയിൻ റീസൺ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിനെ കുറിച്ചിട്ടുള്ള പീസ് പ്രപ്പോസൽ ന്യൂസുകളൊക്കെയാണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന് ഒരു സമാധാനം കൊണ്ടുവന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഫാർമ, IT സ്റ്റോക്കുകളാണ് റാലിയിൽ ലീഡ് ചെയ്തത്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് പീസസ് വരെ 2% വരെ ജമ്പ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. ബോർഡർ മാർക്കറ്റ് സ്ട്രോങ് ആയിരുന്നു. ബുൾസ് ഇന്ന് ഫുൾ കൺട്രോളിൽ തന്നെ ആയിരുന്നു എന്ന് വേണം പറയാം. ടോപ്പ് 3 സ്റ്റോക്ക് സ്റ്റോറീസ് നോക്കുകയാണെങ്കിൽ സൺ ഫാർമ ഏതാണ്ട് 7.49% ബുൾ റൺ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. അക്വസിഷൻ ന്യൂസ് സ്റ്റോക്ക് ഷാർപ്പ് റാലിക്ക് കാരണമായി എന്ന് തന്നെ വേണം കരുതാൻ. കൊഹൻസ് ലൈഫ് സയൻസ് 20% മൂവ്മെന്റ് ചെയ്ത് അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ട്. അവരുടെ പുതിയ സിഇഒയുടെ വരവ് തന്നെയാണ് ഒരു അപ്പർ സർക്യൂട്ടിന് കാരണം ആയിട്ടുള്ളത്. അൾട്രാടെക് സിമെന്റ് സർജ് ചെയ്തു. സ്ട്രോങ് ഏർണിംഗ്സ് പ്ലസ് ഡിവിഡന്റ് ന്യൂസുകളാണ് ഒരു ബുള്ളിഷ് സെന്റിമെന്റ് കൊണ്ടുവന്നത്. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50-ലെ സൺ ഫാർമ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ജിയോ ഫിനാൻസ് സർവീസ് ഒക്കെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മുമ്പിലുണ്ട്. ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, ഭാരത് ഇലക്ട്രോണിക്സ്. ഇന്നത്തെ റാലി ജെനുവിൻ ട്രെൻഡ് റിവേഴ്സൽ ആയിരുന്നോ അല്ലെങ്കിൽ ഒരു റിലീഫ് റാലി മാത്രമായിരുന്നോ എന്ന് നമുക്ക് നാളെ കാത്തിരുന്ന് കാണേണ്ടി വരും. ശ്രദ്ധിക്കേണ്ടത് ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഇനിയും ഫോളോ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. IT ആൻഡ് ഫാർമ സെക്ടർ ഫോളോ ത്രൂ ബൈയിങ് ഉണ്ടാവുന്നുണ്ടോ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി 24,200 ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു നല്ല പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ വീണ്ടും ഒരു റിജക്ഷൻ ഉള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റ് വീണ്ടും ലൈഫ് കാണിച്ച ദിവസമാണ്. പക്ഷേ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് കാമായിട്ട് ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള നീക്കം. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.